ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മളിപ്പോൾ കുറച്ച് പോയിൻറ്റ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസൊക്കെ പറഞ്ഞു. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, സ്കോപ്പ് പറഞ്ഞു. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ ഏറെക്കുറെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളതും കുറച്ചൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക് തന്നെയാണ്. ഏതൊരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിനും നമുക്കറിയാം അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു പരിധിവരെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള പുതിയ ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്ത് വന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഏറെക്കുറെ എന്താണ്, പൂർണ്ണമായിട്ടില്ല എന്നുള്ള തോന്നലിൽ നിന്നാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡെവലപ്പ് ചെയ്ത് വന്നത്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനും ചില ന്യൂനതകൾ, പോരായ്മകളുണ്ട്. എന്താണ് ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് നോക്കാം. ലിമിറ്റേഷൻസ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ് വിത്ത് financial and cost accounting. Then basically it inherits all the limitations of financial accounting and cost accounting. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നീക്സൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കളക്ട് ചെയ്യുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്നും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ടൂൾസ് ഓഫ് അനാലിസിസ് ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനും കോസ്റ്റ് അക്കൗണ്ടിങ്ങിനും ഉള്ള ഡ്രോബാക്സ് ഒക്കെ സ്വാഭാവികമായിട്ടും അത് എവിടേക്കും വരുന്നു, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലേക്കും വരുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ്, അത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യം തന്നെ എന്താണ്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ട്രെൻഡ് അനാലിസിസ്, റേഷ്യോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള അനാലിസിസ് ടൂൾസ് എല്ലാം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോഡക്റ്റാണ്. സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനുള്ള എല്ലാ ഡ്രോബാക്സും എവിടേക്കും കടന്നു വരും, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അനാലിസിസ് ഷീറ്റിലേക്കും കടന്നു വരും. ദെൻ ഇറ്റ് ഇൻഹെറിറ്റ്സ് ദ ഡ്രോബാക്സ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പല ഡാറ്റാസും ഉപയോഗിച്ചിട്ടാണ്, ഇപ്പോൾ കോസ്റ്റ് കാൽക്കുലേഷൻ പോലെയുള്ള പല ഡാറ്റാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോളിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആയാലും ബഡ്ജറ്ററി കൺട്രോളിംഗ് ആയാലും അവിടെയൊക്കെ ഫോർകാസ്റ്റിംഗ് വരുന്നുണ്ടെങ്കിലും അതെന്ത് ഡാറ്റാസ് ഉപയോഗിച്ചിട്ടാണ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റാസാണ് ഒരു പരിധി വരെ നമ്മൾ ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പകുതി ഹിസ്റ്റോറിക്കൽ ഡാറ്റയും പകുതി ഫ്യൂച്ചറിസ്റ്റിക്കുമാണ്, അല്ലേ? അപ്പോൾ ഈ രണ്ട് ബ്രാഞ്ചസിൻ്റെയും, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെയും കോസ്റ്റ് അക്കൗണ്ടിൻ്റെയും ബ്രാഞ്ചസിൻ്റെ ഡ്രോബാക്സ് സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എന്താണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലേക്ക് കടന്നു വരുന്നു. കാരണം ഈ രണ്ട് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫലപ്രദമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ അനാലിസിസ് നടത്താനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ എന്താണ്, ടേബിൾസും അക്കൗണ്ട്സും കോസ്റ്റ് യൂണിറ്റ്സൊക്കെ ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാവിധ ഡ്രോബാക്സും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലേക്ക് കടന്നു വരുന്നു. അതാണ് ഒന്നാമത്തെ പോയിൻറ്റ്. ഇൻഹെറിറ്റ്സ് ദ ഡ്രോബാക്സ് ഓഫ് എന്താണ്, ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. Second point, lack of knowledge. The application of management accounting tools and techniques requires knowledge about various subjects such as economics, statistics, management, econometrics, engineering, etc. It is difficult to get people who have full knowledge about all these subjects. അപ്പോൾ ഇക്കണോമിക്സ് നന്നായിട്ട് അറിയണം, സ്റ്റാറ്റിസ്റ്റിക്സ് അറിയണം, മാനേജ്മെൻറ്റ് അറിയണം, ഇക്കണോമെട്രിക്സ് അറിയണം, എൻജിനീയറിംഗ് അറിയണം. ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിക്ക് മാത്രമാണ് കൃത്യമായിട്ട് ഈ ടൂൾസ് ആൻഡ് ടെക്നീക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലേ? ഇത്രയും വൈഡ് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ വൈഡ് ഏരിയാസ് അറിയുന്ന ആളുകൾ വിരളമാണ്, കുറവാണ്.
അല്ലേ? മാനേജേഴ്സായിട്ട് വരുന്ന വ്യക്തികൾ ഇത്രയും വൈഡ് സബ്ജക്ട്സ് അറിയുന്ന വ്യക്തികളായിരിക്കും. ഈ വൈഡ് സബ്ജക്റ്റ് അറിയുന്ന വ്യക്തികളായിരിക്കാൻ അല്ലെങ്കിൽ അവരെ അങ്ങനത്തെ ആളുകളെ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. വേണ്ട. ഇനി അതല്ലെങ്കിൽ എന്താണ്, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, കൃത്യമായിട്ട് ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം എഞ്ചിനീയറിങ്ങോ എക്കണോമിക്സോ അല്ലെങ്കിൽ എന്താണ് ഇതൊന്നും വലിയ കാര്യമായിട്ട് പഠിക്കാത്ത വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവർക്ക് സാധ്യമാവുന്നു. സ്വാഭാവികമായിട്ടും ആ കമ്പനിയിൽ കൃത്യമായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനും കൃത്യമായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങും മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ നടക്കാനും സാധ്യതയുണ്ട്. അപ്പം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലാക്ക് ഓഫ് നോളജ്, അല്ലേ, നോളജ് കുറവ് അല്ലെങ്കിൽ എന്താണ് അറിവില്ലായ്മ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പല മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ടൂൾസും ഉപയോഗിക്കണമെങ്കിൽ നമുക്കറിയാലോ, എല്ലാ ടൂൾസ് പോലെ തന്നെ ഇതും സോഫ്റ്റ് ടൂൾസായ ഇതും എന്ത് തന്നെയാണ്, കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളാണ് കൂടുതലും എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക്. വൈഡ് റേഞ്ച് ഉണ്ടാവില്ല, അവരെ ഏതെങ്കിലും 1-2 ഏരിയയിൽ അവർ എക്സ്പേർട്സ് ആയിരിക്കും. പക്ഷേ ഇങ്ങനെ വൈഡ് റേഞ്ച് അറിയുന്ന ആളുകൾ കുറവായിരിക്കും. അതൊരു വലിയ ഡ്രോബാക്കാണ്. തേർഡ് പോയിൻറ്റ്, നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് എൻ അസിസ്റ്റൻറ്റ് ഫോർ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു അസിസ്റ്റൻ്റ് മാത്രമാണ്, അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. മാനേജ്മെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റി നിർത്താൻ പറ്റില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നുള്ളൊരു പ്രിൻസിപ്പിൾ അവിടെ നടപ്പിലാക്കാം. പക്ഷേ ഒരിക്കലും മാനേജ്മെൻറ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരിക്കലും എന്തിനെ കൊണ്ടുവരാൻ സാധിക്കില്ല, ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് വേണം. മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ മാത്രമേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള ടോപ്പിക്കിന് സാധ്യമായിട്ടുള്ളൂ. അതേസമയം മാനേജ്മെൻറ്റ് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റ് എന്തായാലും വേണം. അപ്പോൾ അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, മാനേജ്മെൻറ്റിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല, അതെന്താണ്, അതൊരു അസിസ്റ്റൻ്റ് മാത്രമാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ദ നെസസറി ഡാറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് നോട്ട് ദ ഡിസിഷൻ ഇറ്റ് സെൽഫ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അസിസ്റ്റൻ്റ് മാത്രമാണ്. അതല്ലാതെ ഒരു ഡിസിഷനല്ല, അത് സ്വയം ഒരു ഡിസിഷനായിട്ട് മാറുന്നില്ല, സ്വയം ഒരു ഡിസിഷനല്ല. ഇറ്റ് ക്യാൻ ഓൺലി ഇൻഫോം, ഇറ്റ് കനോട്ട് പ്രിസ്ക്രൈബ്. അതിനെ ഇൻഫോം ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ, പ്രിസ്ക്രിപ്ഷൻ നടത്താൻ സാധിക്കില്ല, പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് സിംപ്ലി എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് മാനേജ്മെൻറ്റ്. സോ ഇറ്റ് കനോട്ട് റീപ്ലേസ് ദ മാനേജർ. മാനേജ്മെൻറ്റിൻ്റെ കയ്യിലുള്ള ഒരു ടൂൾ മാത്രമാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും റീപ്ലേസ് ചെയ്യാൻ സാധ്യമല്ല. ദെൻ ഫോർത്ത് പോയിൻറ്റ്, പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. While interpreting the results, management accounts use their personal judgments. These personal judgments may not be correct. അതായത് ഇവിടെ പേഴ്സണൽ ജഡ്ജ്മെൻ്റ് ഒരു പരിധി വരെ വളരെ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നമുക്കറിയാലോ, പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് തന്നെ പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അതിൽ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് രോഗം ഇന്നതാണെന്ന് പറയാൻ സാധ്യതയുണ്ട്, അല്ലേ? അത് അവരുടെ എക്സ്പീരിയൻസിൻ്റെ ഭാഗമാണ്. പല കേസുകളിലും ബ്ലഡൊക്കെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പല ലാബുകളിലും കൊടുക്കും, പല ടൈപ്പ് അല്ലെങ്കിൽ റിസൾട്ടിൽ ചില വേരിയേഷൻസ് വരുന്നു. അവിടെയൊക്കെ പ്രധാനമായിട്ടും മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു ഇൻ്റർപ്രിട്ടേഷൻ ക്വാളിറ്റിയാണ്, അതും അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണൽ സ്കില്ല് കൂടിയാണ്. ഇപ്പോൾ ഇവിടുത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ ജഡ്ജ്മെൻ്റ് ഒരു വലിയ ഘടകമാണ് വ്യക്തിപരമായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന റിസൾട്ടിനെ പേഴ്സണലായിട്ട് ജഡ്ജ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് ആ വ്യക്തിയെ ബേസ് ചെയ്തിട്ടിരിക്കും, അല്ലേ? അയാളുടെ ബയാസ് ഉണ്ടായിരിക്കാം, അയാളുടെ മുൻവിധി അതൊരു കാരണമായേക്കാം, അവരുടെ എക്സ്പീരിയൻസ് ഒരു കാരണമായേക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലും ഈ ഒരു പ്രോബ്ലം ഉണ്ട്. പേഴ്സണൽ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാം. മനസ്സിലായല്ലോ? അത് അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, പേഴ്സണൽ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ അല്ലെങ്കിൽ കുറേയൊക്കെ ആ പേഴ്സൻ്റെ കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് പറയും. അതും അല്ലെങ്കിൽ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആ ഏരിയയിൽ കൂടുതൽ
എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഏരിയയിൽ കൂടുതൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ വളരെ നല്ല ജഡ്ജ്മെൻ്റ് ആയിരിക്കും. അല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ആ ഏരിയ അറിവില്ലാത്ത ഒരാളാണെങ്കിൽ ഒരു നല്ല ജഡ്ജ്മെൻ്റ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. മനസ്സിലായല്ലോ? ബൈ എക്സ്പീരിയൻസ്, നോളജ് ഒക്കെ കറക്റ്റ് ആവാം, പക്ഷേ അതെല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. അപ്പോൾ ഒരു പരിധി വരെ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് തെറ്റാനുള്ള സാധ്യതയുണ്ട്. 5ാമത്തെ പോയിൻ്റ്, കോസ്റ്റ്ലി. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് കോസ്റ്റ്ലി. ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഫോർ ഇറ്റ്സ് ഇൻസ്റ്റലേഷൻ. അല്ലെ, ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ എൻ്റർപ്രൈസസ്. അത് വളരെ കോസ്റ്റ്ലിയാണ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ പുതിയ ടാക്സ് സിസ്റ്റം വന്നു, GST സിസ്റ്റം വന്നു. അല്ലേ, GST സിസ്റ്റം എല്ലാ കച്ചവടക്കാരും GST ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ള ഓർഡർ വന്നതിന് ശേഷം ചെറുകിട കച്ചവടക്കാരൊക്കെ അവർക്കൊക്കെ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അല്ലേ, വളരെ ചെറുകിട കച്ചവടക്കാർ എന്ത് ചെയ്യുന്നു, അവർക്ക് കമ്പ്യൂട്ടറൈസ് ചെയ്യാനോ അവരുടെ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഉപയോഗിക്കാൻ അവർക്ക് അറിയുകയും ചെയ്യില്ല. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, മിഡിൽമെൻസിനെ സമീപിക്കുന്നു. അല്ലേ, അപ്പോൾ ഈ കണക്കെഴുതുന്ന ആളുകളൊക്കെ കമ്പ്യൂട്ടറൈസ് ചെയ്ത് അവരെന്ത് ചെയ്യുന്നു, എല്ലാവർക്കും വേണ്ടി അവർ അപ്ലോഡ് ചെയ്യുന്നു, അവർ എന്ത് ചെയ്യുന്നു, അതിൻ്റെ നമ്പർ. അപ്പോൾ അവിടെയൊക്കെ ഡ്യൂപ്ലിക്കേഷൻ വരികയാണ്. ഒരു കച്ചവടക്കാരൻ നേരിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അതിന് പകരം വേറൊരാളുടെ അടുത്ത് പോയി അയാൾ എല്ലാവരെയും കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അല്ലേ, അപ്പോൾ അവിടെയൊക്കെ ഡ്യൂപ്ലിക്കേഷൻ വരികയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു എക്സ്ട്രാ എഫേർട്ട് അവർ എടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ ഇവിടെയുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനോടും കൂടിയിട്ട് തന്നെ അതെന്ത് ചെയ്യേണ്ടി വരും, ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. വളരെ കോസ്റ്റ്ലിയാണ്. വലിയ സ്ഥാപനങ്ങൾക്കാണെങ്കിൽ നിർബന്ധമാണ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അത് നഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ ചെറിയ സ്ഥാപനങ്ങളാണെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. 6th പോയിൻറ്റ്, റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു സെക്യൂർ കോപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് ഓൾ വർക്കേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ ഫോർ ദ സക്സസ്ഫുൾ ആൻഡ് എഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം. The workers may think that management accounting is a tool meant of their exploitation. Hence, they may strongly oppose the system. ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് എന്താണ്, റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ് എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എംപ്ലോയീസിൻ്റെ ഒരു സമീപനം തേടുകയും അവരുടെ സപ്പോർട്ട് തേടുകയും വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാലോ, എംപ്ലോയീസിനിപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള സിസ്റ്റമല്ല, എന്ത് സിസ്റ്റം പുതിയത് കൊണ്ടുവന്നാലും അവർ റെസിസ്റ്റ് ചെയ്യും. അല്ലേ, പുതിയ ഒരു സിസ്റ്റം ഇപ്പം നമ്മൾ പറയുകയാണ്, ഒരു സ്ഥാപനത്തിൽ പഞ്ചിങ് ഏർപ്പെടുത്താൻ ശ്രമിച്ചു. അല്ലേ, പഞ്ചിങ് ഏർപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ എല്ലാവരും എതിർത്തു. കാരണം പഞ്ചിങ് ഒരു അത്യാവശ്യമുള്ള കാര്യമല്ല, അത് എംപ്ലോയീസിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമാണ്. പക്ഷേ പഞ്ചിങ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് എംപ്ലോയീസ് ജോലിക്ക് വരുന്നത് റെക്കോർഡ് ചെയ്യാനുള്ള സിസ്റ്റമാണ് പഞ്ചിങ്. അല്ലേ, അതിനെ സാധാരണഗതിയിൽ നല്ല രീതിയിൽ സമീപിക്കുന്ന ആളുകൾക്ക് അതിനെ എതിർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നുള്ളൊരു കാരണത്താലാണ് പഞ്ചിങ്ങിനെ എംപ്ലോയീസ് എതിർക്കുന്നത്. അതുപോലെ നല്ലതോ ചീത്തയോ എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും എംപ്ലോയീസ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, റെസിസ്റ്റ്. പല അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അല്ലേ, പഞ്ചിങ് എന്ന് മാത്രമല്ല, എന്ത് പുതിയ ഒരു സംവിധാനം വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ വർക്കിംഗ് ടൈം മാറ്റുകയാണ്. അല്ലേ, 10 മണി തൊട്ട് 5 മണി വരെ എന്നുള്ളത് നമുക്ക് 8 മണി തൊട്ട് 3 മണി വരെ ആക്കി ഒരു പുതിയ ഓർഡർ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എംപ്ലോയീസ് എല്ലാവരും എതിർക്കും. അവർക്ക് രാവിലെ എഴുന്നേറ്റ് വരാൻ ബുദ്ധിമുട്ടാണെന്ന്. അങ്ങനെ അതിൻ്റെ നല്ല വശമോ ചീത്ത വശമോ നോക്കി അല്ലെങ്കിൽ മോശം സൈഡോ നോക്കിയിട്ടല്ല, എന്തൊരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും സ്വാഭാവികമായിട്ടും ഒരു എതിർപ്പുണ്ടാവും. പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പോലെയുള്ള ഒരു കൃത്യതയാർന്ന അനാലിസിസ് സിസ്റ്റവും അതിൻ്റെ കറക്റ്റീവ് മെഷേഴ്സൊക്കെ ഉള്ള ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയാൽ സ്വാഭാവികമായിട്ടും എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്ന് റെസിസ്റ്റൻസ്, വലിയൊരു ചെറുത്തുനിൽപ്പുണ്ടാകും. അല്ലേ, അപ്പോൾ അതിനെ ആദ്യം തന്നെ എന്ത് ചെയ്യണം, അവരുടെ ഒരു സപ്പോർട്ട് നേടിയതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് ഒരു വലിയ പ്രശ്നമാണ്. ഏക്യുറസി ഈസ് നോട്ട് എൻഷേർഡ്. ദെൻ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ലാർജ്ലി ബേസ്ഡ് ഓൺ എസ്റ്റിമേറ്റ്സ്. അല്ലേ, എന്താ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ ലൈവ്ലി ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെയിൽസോ അല്ലെങ്കിൽ പർച്ചേസോ എന്തോ ആയിക്കോട്ടെ, ആക്ടിവിറ്റീസ്. അല്ലേ,
ഇപ്പോഴത്തെ ബേസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഭാവിയിലത്തെ കാര്യങ്ങളെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എസ്റ്റിമേറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസ് നോട്ട് ഡീൽ വിത്ത് ആക്ച്വൽ എലോൺ. അപ്പോൾ അവിടെ ആക്ച്വൽസ് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, അതായത് കറക്റ്റായിട്ട് സംഭവിച്ച കാര്യങ്ങൾ മാത്രമായിട്ട്, അല്ലെങ്കിൽ സംഭവിക്കുമെന്ന് 100% ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ സമീപിക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ എസ്റ്റിമേറ്റുകൾ അല്ലെങ്കിൽ ബഡ്ജറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ടോട്ടൽ ആക്യുറസി ഈസ് നോട്ട് എൻഷേർഡ്. അതിൻ്റെ മൊത്തം ആക്യുറസി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പ് പറയാൻ സാധിക്കില്ല. ടോട്ടൽ ആക്യുറസി ഒരു സമയത്തും ഒരു കാരണവശാലും നമുക്ക് ഗ്യാരണ്ടീഡ് അല്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ആക്യുറസി ഈസ് നോട്ട് എൻഷേർഡ്. ദെൻ 8ാമത്തെ പോയിന്റ്, വൈഡ് സ്കോപ്പ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹാസ് വെരി വൈഡ് സ്കോപ്പ്. ഇറ്റ് ഇൻക്ലൂഡ്സ് സെവറൽ സബ്ജക്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, സ്റ്റാറ്റിസ്റ്റിക്സ്, QT, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, അങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് ഇതിൽ വരുന്നുണ്ട്. ഇക്കണോമിക്സ്. ദിസ് റിസൾട്ട് ഇനാക്യുറസി ആൻഡ് അതർ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ്. ഈ ഒരുപാട് സബ്ജക്ട്സ് വരുന്ന കാരണം കൊണ്ട് തന്നെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ ആക്യുറേറ്റ് ആവണമെന്നില്ല. അതുപോലെ തന്നെ എന്താണ്, ഇനാക്യുറസി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതൊക്കെ എന്താണ്, വൈഡ് സ്കോപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സബ്ജക്ട്സിനകത്ത് വരുന്ന കാരണം കൊണ്ട് തന്നെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇതൊക്കെയാണ് നമുക്ക് ലിമിറ്റേഷൻസിൽ പഠിക്കാനുള്ള 8 ലിമിറ്റേഷനാണ് പറഞ്ഞിട്ടുള്ളത്. ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ലാക്ക് ഓഫ് നോളജ്, നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെൻറ്റ്, പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്, ദെൻ കോസ്റ്റ്ലി, റെസിസ്റ്റൻസ്, ആക്യുറസി ഈസ് നോട്ട് എൻഷേർഡ്, വൈഡ് സ്കോപ്പ്. ഇത്രയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. വൈഡ് സ്കോപ്പ് എന്ന് മാത്രം എഴുതുമ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നും. പക്ഷേ വൈഡ് സ്കോപ്പിൻ്റെ ഡിഫിക്കൽട്ടീസാണ് നമ്മളിവിടെ എന്തായിട്ട് എഴുതുന്നത്, ലിമിറ്റേഷനായിട്ട് എഴുതുന്നത്. അടുത്തത് ടൂൾസ് ഓർ ടെക്നീക്ക് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ടൂൾസ് ഓഫ് ടെക്നീക്സ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ടൂൾസും ടെക്നീക്സും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നു. എല്ലാ ടൂൾസും നമുക്കിവിടെ പറയാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. എങ്കിലും അതിനെ പല മെയിൻ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ടൂൾസ്, വളരെ വിശദമായിട്ട് ഉപയോഗിക്കുന്ന ടൂൾ. അനലറ്റിക്കൽ ടൂൾ എന്ന് പറയുന്ന അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഡയഗ്നോസ്റ്റിക് ടൂൾസ്, അതിൻ്റെ കാരണം കണ്ടുപിടിക്കാനുള്ള ടൂൾസ്. ദെൻ പ്രഡിക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫ്യൂച്ചറിസ്റ്റിക്, അത് പ്രഡിക്റ്റ് ചെയ്യുന്ന ടൂൾസ്. ദെൻ പ്രിസ്ക്രിപ്റ്റീവ് ടൂൾസ്, അതിൻ്റെ എന്താണ് കാരണങ്ങൾ, അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയാണ്. ഇത്രയും ടൂൾസാണ് നമുക്ക് മൊത്തം പഠിക്കാനുള്ളത്. ഇത്രയും കാറ്റഗറിയിൽ 1, 2, 3, 4, 5 കാറ്റഗറിയിൽ ABCDE എന്നുള്ള കാറ്റഗറിയിലാണ് പഠിക്കാനുള്ളത്. അപ്പോൾ A പോയിൻ്റ് ഡിസ്ക്രിപ്റ്റീവ് ടൂൾസ് ആണ്. എന്താ നോക്കാം. ഡിസ്ക്രിപ്റ്റീവ് ടൂൾസ് പ്രൊവൈഡ് ഇൻസൈറ്റ് ഇൻ ടു പാസ്റ്റ് ആൻഡ് ആൻസർ വാട്ട് ഹാസ് ഹാപ്പൻഡ്. ഡിസ്ക്രിപ്റ്റീവ് ടൂളിൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ സ്റ്റഡീസ് നടത്തുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ പോയിൻറ്റ്സ്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ ചാർട്ട്സോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ എടുത്ത് സ്റ്റഡി ചെയ്യുന്നു. എന്നിട്ട് എന്ത് ആൻസർ ചെയ്യുന്നു, വാട്ട് ഹാസ് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നു. ഓർ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ബിസിനസ്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്രിപ്റ്റീവ് ടൂൾസ് ഇൻക്ലൂഡ് മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് എക്സെട്ര. ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തായിട്ട് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൂളായിട്ട്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ടൂളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പാസ്റ്റ് ഡോക്യുമെൻറ്റ്സ് അനലൈസ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഡിസ്ക്രിപ്റ്റീവ് ടൂൾ എന്ന് പറയുന്നത്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് നേരത്തെ ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് ടൂൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് ടൂൾസ് എന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ പോയിന്റ്, മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ്. ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഈസ് പ്രിപ്പയറിംഗ് ദ റിപ്പോർട്ട് on the basis of the contents of profit and loss statement and balance sheet and submit the same before the top management. Thus, prepared reports disclose the strength and weaknesses in different areas of operating activities and financial activities. This is useful to management for exercising control and decision making. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ വർഷങ്ങളിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ എടുത്ത്
അവരെന്ത് ചെയ്യുന്നു, ഒരു സ്റ്റഡി നടത്തി അതിൻ്റെ റിപ്പോർട്ട് ടോപ്പ് മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ടോപ്പ് മാനേജ്മെൻറ്റിന് സബ്മിറ്റ് ചെയ്യുന്ന ഈ റിപ്പോർട്ടിൽ കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ച എല്ലാ പ്രോഗ്രാംസ്, എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിൻ്റെ കൃത്യമായിട്ടുള്ള സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് കൂടി കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ കൃത്യമായിട്ടുള്ള സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് കൂടി അതിൽ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ റിപ്പോർട്ടിൽ പറയുന്നു. ഇതെന്ത് ചെയ്യുന്നു, ഇത് മാനേജ്മെൻറ്റിന് ഒരു പരിധിവരെ ഹെൽപ്ഫുള്ളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഇനി അത്തരം കാര്യങ്ങൾ ഉണ്ടാവാതെ നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇനി ബെസ്റ്റാണ്, ഇത് ഇപ്പോഴുള്ള റിപ്പോർട്ട് ബെസ്റ്റാണെങ്കിൽ അതൊന്നുകൂടി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ പുതിയ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഒക്കെ മാനേജ്മെൻറ്റിനെ ഉപയോഗിക്കാം, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ പാസ്റ്റ് ഡീറ്റെയിൽസ് ആണ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നു കേട്ടോ. രണ്ടാമത്തെ പോയിൻ്റ്, സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്. ദ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് പാസ്റ്റ് ഡാറ്റ ടു ദ മാനേജ്മെൻറ്റ് റിലേറ്റിംഗ് ടു ദ കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ്, പ്രോസസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് so that comparison may be made with the standard cost. Such a comparison may be helpful to the management for cost control and for future planning. അടുത്ത ഒരു പാസ്റ്റ് ഡാറ്റയായിട്ട് ബന്ധപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ അതിലെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് വരുന്നത്. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എയിം എന്ന് പറയുന്നത്? ടു കൺട്രോൾ ഓഫ് കോസ്റ്റ് ഓർ ടു റെഡ്യൂസ് ഔട്ട്പുട്ട് കോസ്റ്റ്, അല്ലേ, ടു റെഡ്യൂസ് കോസ്റ്റ് ഓഫ്, അല്ലെങ്കിൽ ഈച്ച് യൂണിറ്റ്സ് കോസ്റ്റ്, ഓരോ യൂണിറ്റിൻ്റെയും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, കോസ്റ്റ് കൺട്രോൾ ചെയ്യുക. ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത എന്താ? ഓരോ ജോബിൻ്റെയും കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ ജോബ് എന്ന് പറയുന്നത് കുട്ടികൾ ഒരു വർക്ക് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. കോസ്റ്റ് അക്കൗണ്ടിങ് എല്ലാവരും പഠിച്ചിട്ടുള്ള കാരണം കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഈച്ച് ജോബ് എന്ന് പറഞ്ഞാൽ ഓരോ ജോബിൻ്റെയും, ഓരോ വർക്കിൻ്റെയും, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെയാണല്ലോ, ഓരോ ജോബ് നമ്പറായിട്ട് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ പ്രോസസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും, അങ്ങനെയാണല്ലോ. അപ്പോൾ ഓരോ ജോബിൻ്റെയും കോസ്റ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, അല്ലേ. പാസ്റ്റ് ഡാറ്റ റിലേറ്റിംഗ് ടു കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ്, പ്രോസസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോസ്റ്റ്, സോ ദാറ്റ് കമ്പാരിസൺ മേ ബി മെയ്ഡ് വിത്ത് ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. എന്നിട്ട് മാത്രമേ സ്റ്റാൻഡേർഡ് കോസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, അത് കമ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരിക്കൽ കമ്പയർ ചെയ്തിട്ടുണ്ടാവും, ഒരിക്കൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരിക്കൽ കമ്പയർ ചെയ്തിട്ടുണ്ടാവും, എന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവർ നോക്കുന്നത്. ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പയർ ചെയ്തതിന് ശേഷം, സ്റ്റാൻഡേർഡ് കോസ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കും. അങ്ങനെ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് കോസ്റ്റ് കൺട്രോളിന് ഉപകരിക്കുന്നതും ഫ്യൂച്ചർ പ്ലാനിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, അല്ലേ. ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ കോസ്റ്റ് ഓഫ് ഈച്ച് ജോബും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അവിടെ ഡിഫറൻസസ് ഉണ്ടെങ്കിൽ, ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കാം. ഫ്യൂച്ചറിലേക്ക് കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഇതാണ് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിൻ്റ്, ഓഡിറ്റിംഗ്. ദ ടാസ്ക് ഓഫ് ഓഡിറ്റിംഗ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ എറേഴ്സ് ആൻഡ് ഡിസെപ്ഷൻ as well as to check and verify the property and liability. Thus, auditing involves financial audit, cost audit, management audit, tax audit and internal audit. Auditing എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്യുന്ന പ്രോഗ്രാമായിട്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിലും കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുന്നു, കൃത്യമായിട്ട് പ്രോപ്പർട്ടിയും ലയബിലിറ്റീസൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, അളന്ന് തിട്ടപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഒന്നുകൂടി വെരിഫൈ ചെയ്യുന്നു, അല്ലേ. ദസ് ഓഡിറ്റിംഗ് ഇൻവോൾവ്സ് എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ്, അല്ലേ. ഫിനാൻഷ്യൽ ഓഡിറ്റ് ഞാൻ പറഞ്ഞു തരാതെ എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഓഡിറ്റിനെയാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഡിറ്റ്, കോസ്റ്റിൽ
കൃത്യമായിട്ട് കാര്യങ്ങൾ കോസ്റ്റിങ്ങിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, കോസ്റ്റിങ്ങിൽ വരുന്ന എൻട്രീസൊക്കെ കൃത്യമാണോ, അതിന് കൃത്യമായിട്ടുള്ള എക്സ്പെൻസസ് വരുന്നുണ്ടോ, എല്ലാം റെക്കോർഡഡ് ആണോ. മാനേജ്മെൻറ്റ് ഓഡിറ്റ്, മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് മാനേജ്മെൻറ്റ് നിർവഹിക്കുന്നുണ്ടോ, അത്തരം കാര്യങ്ങൾ മാനേജ്മെൻറ്റ് കൃത്യമാണോ. ദെൻ ടാക്സ് ഓഡിറ്റ്, ടാക്സ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ടോ, ടാക്സ് ഓവർ ടാക്സേഷനോ അല്ലെങ്കിൽ അണ്ടർ ടാക്സേഷനോ അത്തരം കാര്യങ്ങളുണ്ടോ. ഇൻറ്റേർണൽ ഓഡിറ്റ്, ഇൻറ്റേർണലി ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ. ഇത്തരം കാര്യങ്ങളാണ് ഓഡിറ്റിംഗ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ടൂളിൽ വരുന്ന കാര്യങ്ങൾ. ഡിസ്ക്രിപ്റ്റീവ് ടൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് പാസ്റ്റ് ഡാറ്റാസ്. അടുത്തത് ബി പോയിൻ്റ് അനലറ്റിക്കൽ ടൂളാണ്. Analytical tools are used to analyze the business activities and measure the performance of business. അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനലറ്റിക്കൽ ടൂൾസ് ആർ യൂസ്ഡ് ടു അനലൈസ് ദ ബിസിനസ് ആക്ടിവിറ്റീസ് ആൻഡ് മെഷർ ദ പെർഫോമൻസ് ഓഫ് ബിസിനസ്. ബിസിനസ് ആക്ടിവിറ്റീസ് അനലൈസ് ചെയ്യുക എന്ന് മാത്രമല്ല, ബിസിനസ്സിൻ്റെ പെർഫോമൻസ് എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. ഇതിനാണ് എന്ത് ഉപയോഗിക്കുന്നത്, അനലിറ്റിക്കൽ ടൂൾസ് ഉപയോഗിക്കുന്നത്. ദീസ് ടൂൾസ് ഹെൽപ്പ് ടു അനലൈസ് ലിക്വിഡിറ്റി, സോൾവൻസി, പ്രോഫിറ്റബിലിറ്റി, എഫിഷ്യൻസി എക്സെട്ര ഓഫ് ദി ബിസിനസ്. ഇമ്പോർട്ടൻ്റ് അനലിറ്റിക്കൽ ടൂൾസ് ആർ റേഷ്യോ അനാലിസിസ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ എക്സെട്ര. അല്ലേ, അപ്പോൾ എന്തൊക്കെയാണ് അനാലിസിസ് ടൂൾസ്, ഏതൊക്കെയാണ്, ലിക്വിഡിറ്റി, അല്ലേ, ലിക്വിഡിറ്റി, സോൾവൻസി, പ്രോഫിറ്റബിലിറ്റി, എഫിഷ്യൻസി എക്സെട്ര. അല്ലേ, ലിക്വിഡിറ്റി, ഈ ടൂൾ അനലിറ്റിക്കൽ ടൂളിലൊന്ന് ലിക്വിഡിറ്റി ടൂളാണ്. എന്താ ലിക്വിഡിറ്റി ടൂൾ എന്ന് പറഞ്ഞാൽ, ലിക്വിഡിറ്റി ടൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടൂൾ ടു മെഷർ ദ ഷോർട്ട് ടൈം ലിക്വിഡിറ്റി ഓഫ് ദ ഫേം. ഒരു ഫേമിൻ്റെ ഷോർട്ട് ടൈം ലിക്വിഡിറ്റി മെഷർ ചെയ്യാനുള്ള ടൂളിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ലിക്വിഡിറ്റി ടൂൾ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് റേഷ്യോ അനാലിസിസിൽ ഷോർട്ട് ടൈം ലിക്വിഡിറ്റി പൊസിഷൻ പഠിക്കാനുള്ള ടൂളിനെയാണ് എന്തായിട്ട് പറയുന്നത്, കറണ്ട് റേഷ്യോ. അല്ലേ, ലിക്വിഡിറ്റി പൊസിഷൻ അറിയാനുള്ള രണ്ട് റേഷ്യോസ് ആണ്, ഒന്ന് കറണ്ട് റേഷ്യോ, മറ്റൊന്ന് ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നു. അപ്പോൾ ഈ ലിക്വിഡിറ്റി റേഷ്യോ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം. സോൾവൻസി ഓൺ ദി അതർ ഹാൻഡ്, സോൾവൻസി എന്താണ്, സോൾവൻസി റേഷ്യോസ് ഈസ് ദ റേഷ്യോസ് ടു അനലൈസ് ദ ലോങ് ടൈം ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ ലോങ് ടൈം ലിക്വിഡിറ്റി പൊസിഷൻ അനലൈസ് ചെയ്യാനുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, സോൾവൻസി റേഷ്യോസ് എന്ന്. അപ്പോൾ ഇതൊക്കെ പ്രോഫിറ്റബിലിറ്റി, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി, രണ്ട് രീതിയിൽ പ്രോഫിറ്റബിലിറ്റി നമുക്ക് മെഷർ ചെയ്യാം. ഷോർട്ട് ടൈം പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, അതല്ലെങ്കിൽ എന്താണ് ലോങ് ടൈം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയുള്ള ലോങ് ടൈം പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്, എഫിഷ്യൻസി മെഷർ ചെയ്യാനുള്ള റേഷ്യോസ് ഉണ്ട്. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന അനലിറ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്ന റേഷ്യോ അനാലിസിസ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോള് എന്നിവയാണ്. ഫോർത്ത് പോയിൻ്റ് റേഷ്യോ അനാലിസിസ്. അനലറ്റിക്കൽ ടൂൾസിൽ ഒന്നാമത്തെ പോയിൻ്റാണ്, ടോട്ടൽ ടൂൾസിൽ നാലാമത്തെ പോയിൻ്റ്. അണ്ടർ ദിസ് ടെക്നിക് അക്കൗണ്ടിംഗ് റേഷ്യോസ് ആർ യൂസ്ഡ് ടു അനലൈസ് ലിക്വിഡിറ്റി, സോൾവൻസി, പ്രോഫിറ്റബിലിറ്റി, എഫിഷ്യൻസി എക്സെട്ര ഓഫ് ദ ബിസിനസ് ആക്ടിവിറ്റീസ്. നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ബികോം 5th സെമസ്റ്ററിലെ റേഷ്യോ അനാലിസിസിൽ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ഥാപനത്തിൻ്റെ ഷോർട്ട് ടൈം ലിക്വിഡിറ്റി പൊസിഷൻ അറിയാനുള്ള റേഷ്യോസിനെയാണ് ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി റേഷ്യോസിൽ സാധാരണയായിട്ട് രണ്ട് ടൈപ്പ് റേഷ്യോസാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്, കറണ്ട് റേഷ്യോയും അതുപോലെ തന്നെ ലിക്വിഡ് റേഷ്യോ. അപ്പോൾ കറണ്ട് റേഷ്യോയും ലിക്വിഡ് റേഷ്യോ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടൈം ലിക്വിഡിറ്റി അറിയാം. ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കാൻ പറ്റുമോ, നമ്മുടെ കടം കൊടുത്തു തീർക്കാൻ പറ്റുമോ, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ. ദെൻ ബാങ്കുകളും അതുപോലെ തന്നെ വലിയ ലോങ് ടൈം ലോൺസൊക്കെ തരുന്ന സ്ഥാപനങ്ങൾ എന്താണ്, സോൾവൻസി റേഷ്യോസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ഇനി പ്രോഫിറ്റബിലിറ്റി, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട്, എഫിഷ്യൻസി ഓഫ് യൂട്ടിലൈസിങ് റിസോഴ്സസ്, ഇതൊക്കെ നമുക്ക് റേഷ്യോ അനാലിസിസിൽ നിന്ന് അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസ് ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ അത്തരം റേഷ്യോസിനെയാണ്, അത് അനലറ്റിക്കൽ ടൂൾസിൽ വരുന്നതാണ്, അതിനെയാണ് അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസ് ആണ് ഒരു അനലറ്റിക്കൽ ടൂൾ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പോയിൻ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അണ്ടർ ദിസ് ടെക്നിക് സ്റ്റാൻഡേർഡ് ഓഫ് കോസ്റ്റ് ഓഫ് വേരിയസ് എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്
are predetermined. Then actual costs are compared with standard costs. The variances are analyzed and their reasons are ascertained. Then necessary corrective actions are taken. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊരു പ്രോസസ്സാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് മുതൽ കറക്റ്റീവ് ആക്ഷൻസ് ഉപയോഗിച്ച് അതിൻ്റെ വേരിയൻസ് ലിമിറ്റ് ചെയ്യുന്നത് വരെയുള്ള ടോപ്പിക്ക് എന്താണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ വേരിയൻസിൽ ഇവിടെ പറയുന്നത് എന്താണ്, അണ്ടർ ദിസ് ടെക്നിക് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് വേരിയസ് എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആർ പ്രീ ഡിറ്റർമിൻഡ്. ഓരോ എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൻ്റെയും, അതായത് മെറ്റീരിയലിൻ്റെ, ലേബറിൻ്റെ, എക്സ്പെൻസസിൻ്റെ ഒക്കെ തന്നെ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുകയും അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുകയും രണ്ടാമത്തെ ഘട്ടമായിട്ട് ആക്ച്വൽ കോസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. ദെൻ ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും കൂടി എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഡിഫറൻസസിനെ നമ്മൾ എന്ത് പറയുന്നു, വേരിയൻസസ് എന്ന് പറയുന്നു. അതായത് നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്ത കോസ്റ്റും നമ്മുടെ ആക്ച്വൽ കോസ്റ്റും കൂടി എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്ത് കിട്ടുന്ന ഡിഫറൻസിനെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ വേരിയൻസ് എന്ന് പറയുന്നു. ആ വേരിയൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, അനാലിസിസ് നടത്തുന്നു. അതിനെയാണ് നമ്മൾ വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ് എന്താണെന്നറിയാം. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഈ വേരിയൻസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ആ കാരണങ്ങളെ റെക്ടിഫൈ ചെയ്യുന്ന ആക്ഷൻസ് കൂടി എന്ത് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അനലിറ്റിക്കൽ ടൂളിൻ്റെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അനാലിസിസ് ആൻഡ് എന്ത് ചെയ്യുന്നു, കറക്റ്റീവ് ആക്ഷൻസ് എന്നുള്ള, അല്ലെങ്കിൽ എന്താണ്, ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ് എന്നുള്ള പോയിൻ്റ് വരെ എത്തി നിൽക്കാൻ സാധിക്കുന്നു. ദെൻ ആറാമത്തെ, ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു പോയിൻ്റ് കൂടിയാണ് ആറാമത്തെ അടുത്ത അനലിറ്റിക്കൽ ടൂൾ എന്ന് പറയുന്നത്, ബഡ്ജറ്ററി കൺട്രോൾ. ഇറ്റ് ഈസ് എ ടെക്നീക്ക് വിച്ച് യൂസസ് ബഡ്ജറ്റ്സ് ആസ് എ ടൂൾ ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ബഡ്ജറ്റ് എന്തെന്നു, പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് നമുക്ക് ബഡ്ജറ്റിനെ ഉപയോഗിക്കാം. The actual performance is recorded and compared with the budgetary data. On this basis, the management analyzes and assesses the performance of various departments and officers in the organization. അപ്പോൾ ബഡ്ജറ്ററി കൺട്രോളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ബഡ്ജറ്റ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിൻഡ് ആണ്, ഓൺ ദ ബേസ് ഓഫ് പാസ്റ്റ് ആക്ച്വൽ പെർഫോമൻസസ്, അല്ലേ? കഴിഞ്ഞ വർഷങ്ങളിലെ ആക്ച്വൽ പെർഫോമൻസസിൻ്റെ ബേസിൽ ഫ്യൂച്ചറിലെ ആൻറ്റിസിപ്പേറ്റഡ് എന്താണ് ചേഞ്ചസ് കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബഡ്ജറ്റ് ഉണ്ടാക്കും. കഴിഞ്ഞ വർഷം സെയിൽസ് നമുക്ക് 5 ലക്ഷം രൂപയായിരുന്നു, അല്ലേ? വരും വർഷങ്ങളിൽ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് കുറച്ചുകൂടി 10% കൂടി ഇൻക്രീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 5,50,000 രൂപയാണ് അടുത്ത വർഷത്തെ സെയിൽസ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതാണ് ബഡ്ജറ്റിംഗ്. പക്ഷെ നമുക്ക് വന്നത് 2.5 ലക്ഷം രൂപയാണ്, അല്ലേ? കൊറോണയ്ക്കാണ് വലിയ ഒരു ഫോൾ വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി 3 ലക്ഷം രൂപയുടെ വലിയ വേരിയേഷനാണ് വന്നത്, അല്ലേ? ഇതിന് അതിൻ്റെ കാരണം എന്താണ്, കൊറോണ ബാധിച്ച് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി, ബിസിനസ് ലോസസ് ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വലിയൊരു ലോസ് ഉണ്ടായിരുന്നു, വലിയൊരു ഡിഫറൻസ് വരുന്നു. ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രീ ഡിറ്റർമിൻഡ് ബഡ്ജറ്റ് ഉണ്ടാക്കുകയും ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുകയും ആക്ച്വലും ബഡ്ജറ്ററി ടേംസായിട്ട് കമ്പയർ ചെയ്യുകയും വേരിയൻസസ് നമ്മൾ കണ്ടുപിടിക്കുകയും ആ വേരിയൻസസ് അനലൈസ് ചെയ്യുകയും അതിൻ്റെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സാണ് ബഡ്ജറ്ററി കൺട്രോൾ, ആസ് ഇൻ ദ കേസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ദെൻ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, ബഡ്ജറ്റ് ഫോം ചെയ്യുന്നത് മുതൽ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ് വരെയുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പോലെ തന്നെയുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ബഡ്ജറ്ററി കൺട്രോൾ. അപ്പോൾ റേഷ്യോ അനാലിസിസ് ആയാലും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആയാലും ബഡ്ജറ്ററി കൺട്രോളൊക്കെ ആയാലും അവിടെ അനാലിസിസ് ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്, ടോപ്പിക്കാണ്. ഡാറ്റ അനാലിസിസ് ആണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൂൾ എന്ന് പറയുന്നത്. മൂന്ന് ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ്. റേഷ്യോ അനാലിസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു,
റേഷ്യോസ് ഉപയോഗിച്ച് വളരെ ഡീപ്പായിട്ട് അനാലിസിസ് നടത്തുന്നു. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ എന്ത് ചെയ്യുന്നു? ആദ്യം സ്റ്റാൻഡേർഡ് കണ്ടുപിടിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടി വേരിയൻസ് അനാലിസിസ് ചെയ്യുന്നു. എന്താണ് വ്യത്യാസം വരാനുള്ള കാരണം? ബഡ്ജറ്ററി കൺട്രോളിലും അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ആദ്യത്തെ ഒരുപാട് പ്രോസസ്സുകളൊക്കെ ഉണ്ടെങ്കിലും അവസാനം എന്ത് ചെയ്യുന്നു? ബഡ്ജറ്ററി കൺട്രോളും അല്ലെങ്കിൽ ബഡ്ജറ്റഡ് പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും തമ്മിലുള്ള ഡീവിയേഷൻസ് എന്താണെന്ന് പഠിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ മൂന്നിലും ഒരു അനാലിസിസ് ഉള്ള കാരണം കൊണ്ടാണ് ഇതിനെ അനാലിസിസ് അല്ലെങ്കിൽ അനലറ്റിക്കൽ ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അനലറ്റിക്കൽ ടൂൾസായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള 3 കാര്യമാണ്: റേഷ്യോ അനാലിസിസ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ. അടുത്തത് ഡയഗ്നോസ്റ്റിക് ടൂൾസാണ്. സി പോയിൻ്റ് ആണ്. ഡയഗ്നോസ്റ്റിക് ടൂൾ എന്ന് പറഞ്ഞാൽ ആ പേര് പറയുന്ന പോലെ തന്നെ ഡയഗ്നോസ് ചെയ്യുന്ന, കാരണങ്ങൾ കണ്ടുപിടിക്കുന്ന, ഡീപ്പായിട്ട് എന്ത് ചെയ്യുന്നു? സെർച്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടൂൾസിനെയാണ് ഡയഗ്നോസ്റ്റിക് ടൂൾസ് എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് ടൂൾസ് ആർ യൂസ്ഡ് ടു ഡിസ്കവർ ഓർ ഡിറ്റർമിൻ വൈ സംതിങ് ഹാസ് ഹാപ്പൻഡ്. എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഗീവ് ആൻസർ ടു ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ. കേട്ടോ, ഇമ്പോർട്ടൻറ്റ് ഡയഗ്നോസ്റ്റിക് ടൂൾസ് ആർ ഫണ്ട് ഫ്ലോ അനാലിസിസ് ആൻഡ് ക്യാഷ് ഫ്ലോ അനാലിസിസ്. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടൂൾ എന്ന് പറയുന്നത്. എന്താണ്? ഒന്ന് ഫണ്ട് ഫ്ലോയും മറ്റൊന്ന് ക്യാഷ് ഫ്ലോയുമാണ്. രണ്ടും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ബികോമിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് കുട്ടികൾക്ക് കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതിൽ 7ാമത്തെ പോയിൻ്റാണ്. ഇതിൽ 2 പോയിൻ്റേ ഉള്ളൂ, 2 നമുക്ക് പറയാം. 7ാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് ഫണ്ട് ഫ്ലോ അനാലിസിസ്. ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് യൂസസ് ദിസ് ടെക്നിക് ഇൻ ഓർഡർ ടു അനലൈസ് the changes in the financial position of a business enterprises between 2 dates. It tells where from the funds are coming in the business and how these are being used in the business. അല്ലേ? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാം എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നത്, എങ്ങനെയാണ് അത് യൂട്ടിലൈസ് ചെയ്യപ്പെട്ടത്, എവിടെയാണ് നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യുന്നതിൽ വന്നിട്ടുള്ള പാളിച്ചകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പരാജയങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മേന്മകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മളത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തോ ഇല്ലയോ. അപ്പോൾ കഴിഞ്ഞ 2 വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞൊരു വർഷം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫണ്ട് വിനിയോഗിച്ചത് എന്ന് കൃത്യമായിട്ട് ഫണ്ട് ഫ്ലോ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. വളരെ ഈസി ആയിട്ടുള്ളൊരു അനാലിസിസാണ്. എന്തുകൊണ്ടാണ് ഫണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്, അല്ലെങ്കിൽ ഫണ്ട് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ വന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇത് കൃത്യമായിട്ട് നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരച്ചാൽ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ അനാലിസിസ് ഗീവ്സ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്. ക്യാഷ് ഇൻഫ്ലോസിൻ്റെയും ഔട്ട്ഫ്ലോസിൻ്റെയും ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ക്യാഷ് ഫ്ലോ അനാലിസിസിൽ നിന്ന് കിട്ടും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഓഫ് ക്യാഷ് കൺട്രോൾ because it summarizes sources of cash inflows and uses of cash outflows of a firm during a particular period of time. It is a very useful tool or liquidity analysis of an enterprises. അതായത് വളരെ യൂസ്ഫുൾ ടൂളാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ലിക്വിഡിറ്റി അനാലിസിസിന് വേണ്ടി നമുക്കറിയാം റേഷ്യോ അനാലിസിസ് ഉണ്ട്, ലിക്വിഡിറ്റി റേഷ്യോസ് ഉണ്ട്. എങ്കിലും ബിസിനസ്സിലേക്ക് എത്രയാണ് ക്യാഷ് ഇൻഫ്ലോസ് വരുന്നത്, എവിടെ നിന്നൊക്കെയാണ് ക്യാഷ് ഇൻഫ്ലോസ് വരുന്നത്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ക്യാഷ് ഔട്ട്ഫ്ലോസ് പ്ലാൻ ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഔട്ട്ഫ്ലോസ് വരുന്നത്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ സമയങ്ങളിലാണ് നമുക്ക് ക്യാഷ് ഇൻഫ്ലോസ് വരുന്നത്, ലിക്വിഡിറ്റി എത്ര കണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും, എങ്ങനെയാണ് ക്യാഷ് ഔട്ട്ഫ്ലോസിൻ്റെ സെക്ഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ സമയങ്ങളിലാണ് നമുക്ക് ക്യാഷ് കൂടുതൽ ആവശ്യം വരുന്നത്, ഏതൊക്കെ സമയങ്ങളിലാണ് ഏതൊക്കെ മാസങ്ങളിലാണ് കൂടുതൽ പേയ്മെൻറ്റ്സ് വരുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും, കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരം ടൂൾ ആയതുകൊണ്ടാണ് അതിനെ ഡയഗ്നോസ്റ്റിക് ടൂൾസ് എന്ന് പറയുന്നത്, അല്ലേ? കൃത്യമായിട്ട് കാര്യകാരണങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന കാരണം കൊണ്ട്. ദെൻ അടുത്ത് ഡി പോയിൻ്റ് പ്രെഡിക്റ്റീവ് ടൂൾസ്. ആ പേര് പറയുന്നത് ഇതിൽ തന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ട്. പ്രെഡിക്റ്റീവ് ടൂൾസ് ആർ യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ. അല്ലേ? ഭാവിയെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടൂൾസിനെയാണ് നമ്മൾ പ്രെഡിക്റ്റീവ് ടൂൾസ് എന്ന് പറയുന്നത്. ദീസ് ടൂൾസ് ഗീവ്സ് ദ ആൻസർ വാട്ട് ഈസ് ലൈക്ലി ടു ഹാപ്പൻ. എന്താണ് സംഭവിക്കാൻ സാധ്യത
Important predictive tools include MIS, key performance indicators, then balance sheet scorecards, demand forecasting, simulation, statistical and graphical techniques, regression analysis. അപ്പോൾ ആദ്യത്തെ കേസ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അതൊരു ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ടൂളാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. This is a system that collects, stores and processes data and provides information to managers for planning, controlling and decision making. This helps a lot in predicting certain variables in future. അല്ലേ, നമ്മൾ മാർക്കറ്റിൽ വരുന്ന എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ഒരു സെയിൽസ്മാനെ അയാളുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും അല്ലേ. അടുത്ത പീരീഡിൽ ആ ഏരിയയിൽ വരാൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അവിടുത്തെ ഓരോ കച്ചവടക്കാരനും കൃത്യമായിട്ട് അറിയാം. അത് സെയിൽസ്മാന് കിട്ടുന്നു. സെയിൽസ്മാൻ അത് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ മാനേജറുടെ അടുത്തേക്ക്. ഞാൻ പറയുന്ന ഒരു ഏരിയയിലാണ്, സെയിൽസ് എന്നുള്ളൊരു ഏരിയയിൽ മാത്രമാണ് ഞാൻ പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഇൻഫർമേഷൻ വെച്ച് എന്ത് ചെയ്യാൻ കിട്ടുമ്പോൾ ഒരു വലിയ ടൂളാണത്. അത് മാനേജേഴ്സിനെ പ്ലാൻ ചെയ്യുന്നതിനും മറ്റ് കൺട്രോൾ ചെയ്യുന്നതിനും ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഒരു ടൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫാക്ടറിയിലുള്ള കാര്യം, ഫാക്ടറിയിൽ തന്നെ വരുന്ന എംപ്ലോയീസിൻ്റെ ഇടയിൽ നിന്നുള്ള ഇപ്പോൾ HR-ൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കും. അപ്പം പ്രെഡിക്റ്റീവ് ടൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. അപ്പോൾ ഇനിയും മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എല്ലാവർക്കും അറിയാൻ അറിയില്ല, ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ടോപ്പ് ടു ബോട്ടം ആൻഡ് ബോട്ടം ടു ടോപ്പ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിനെയാണ്. ഏറ്റവും താഴെക്കടയിൽ നിന്നുള്ള എംപ്ലോയീസിൽ നിന്ന് അത് പല സെക്ഷനാവാം, സെയിൽസ് ആവാം, ഫാക്ടറിയിലാവാം, ഓഫീസിലാവാം, കസ്റ്റമേഴ്സുമായിട്ട് കൂടുതൽ കോണ്ടാക്റ്റ് വരുന്ന ആളുകളുടെ കയ്യിൽ നിന്നാവും, ഇവിടെ നിന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും അത് ടോപ്പ് ലെവൽ അതോറിറ്റിയിലേക്ക് പാസ് ചെയ്യുകയും അവിടെ നിന്ന് തിരിച്ച് അതിൻ്റെ റിപ്ലൈ അല്ലെങ്കിൽ റിസൾട്ട് താഴെക്കിടയിലേക്ക് എന്ത് ചെയ്യുന്നു, അത് ഫ്ലോ ചെയ്യുകയും ചെയ്യും. ദാറ്റ് ഈസ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു റോ റിസൾട്ടാണ് ഞാൻ പറയുന്നത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, KPIs. KPI is a value that indicates how effectively a company is performing. This is used to evaluate the success of the company. In short, it is a type of performance management that helps to understand how an organization or department is performing. On the basis of KPI, it is possible to predict some variables. ഇവിടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് ഒരു കമ്പനിയുടെ പൊസിഷൻ എന്താണ്, ഇപ്പോൾ എവിടെ നിൽക്കുന്നു, എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, കമ്പനി നല്ല രീതിയിലാണോ പെർഫോം ചെയ്യുന്നത്, സ്യൂട്ടബിളായിട്ടാണോ അവരെന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ടാണോ എങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് പെർഫോമൻസ് എന്താണോ, ഇത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ KPIയുടെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, പല വേരിയബിൾസും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി സിമുലേഷൻ ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഡെവലപ്ഡ് ഫോർ സ്റ്റഡിയിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ബൈ ബിൽഡിംഗ് എ മോഡൽ of that system and then conducting a series of repeated trial and error experiments to forecast and behavior of the system over a period of time. അപ്പോൾ സിമുലേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സിമുലേഷൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ടെക്നീക്ക് ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്നീക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് മോഡൽസ് ആയിട്ട് ഉണ്ടാക്കാനും കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. എന്താണ് ട്രയൽ ആൻഡ് എറർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ? ഓരോന്നും എന്ത് ചെയ്യുക, ട്രയൽ റൺ നടത്തി നോക്കുക, അതിൻ്റെ ഡ്രോബാക്സ് ഒക്കെ മനസ്സിലാക്കുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുകയും അതിൻ്റെ ബിഹേവിയറൽ ഫോർകാസ്റ്റ് മനസ്സിലാക്കുകയും ഒരു പീരീഡ് ഓഫ് ടൈം, ഒരു പ്രത്യേക സമയത്തേക്ക് അത് വർക്ക് ചെയ്ത് നോക്കി അതിൻ്റെ ഡ്രോബാക്സും അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ മനസ്സിലാക്കി അങ്ങനെ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് സ്റ്റഡി ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ടൂളാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്കാണ് കൂടുതലും അതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് 1-2-3 പോയിൻ്റ് കൂടി പറയാനുണ്ട്, പ്രിസ്ക്രിപ്റ്റീവ് ടൂൾ കൂടി പറയാറുണ്ട്. എന്തായാലും ഇത്രയും ടൂൾസ് 5
മോഡിലാണ് ടൂൾസ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ 5 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ടൂൾസ് ഫോർ മാനേജ്മെൻറ്റ് അനാലിസിസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പറഞ്ഞിട്ടുള്ളത്. ഡിഗ്രിക്ക് നമ്മൾ ടൂൾസ് പഠിച്ചിട്ടുണ്ട്. ടൂൾസ് ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ് പഠിച്ചിട്ടുണ്ട്, മാനേജ്മെൻറ്റിൻ്റെ പല ടൂൾസും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ പഠിച്ചതിൻ്റെ കുറച്ച് ചെറിയൊരു അഡ്വാൻസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താൻ സമയമായിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക്, സംശയം വരാനുള്ള ടോപ്പിക്കിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല, എങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കുട്ടികൾ ചോദിക്കുക. താങ്ക്